നല്ല കർത്താവേ, സ്വർഗീയ പിതാവേ, ഖാദേശ് മരുഭൂമിയിൽ നിന്നെടുക്കുന്ന ദൈവശബ്ദം ഈ ഉച്ചകഴിഞ്ഞ സമയത്ത് ഞങ്ങളുടെ ഹൃദയങ്ങളെ ഉടയ്ക്കുകയും പുതുതാക്കുകയും വാർക്കുകയും ചെയ്യണമേ. അടിയൻ്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദമായിരിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളുടെ മധ്യത്തിൽ വന്ന് ഞങ്ങളോട് ശുശ്രൂഷിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. കർത്താവിൻ്റെ പുനർനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ വിശുദ്ധ ദിവസത്തിൻ്റെ ഉച്ചകഴിഞ്ഞ സമയത്ത് വീണ്ടും നമുക്ക് ഒന്നിച്ചുകൂടി ദൈവവചനത്തിന് മുമ്പിൽ ഇരിപ്പാൻ ലഭിച്ച അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഈ പന്തലിൽ വ്യാപരിച്ച ദൈവകൃപയ്ക്കായിട്ടും ദൈവാത്മാവിൻ്റെ ശുശ്രൂഷകൾക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി കരയിക്കുന്നു. ഓൺലൈനിൽ കൂടെ ഞാനത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ മറ്റ് സ്ഥലങ്ങളിലുള്ള ശുശ്രൂഷയിലും കർത്താവ് കൂടെ ഇരുന്ന് ഉപയോഗിച്ചതോർത്ത് സ്തോത്രം ചെയ്യും. നമ്മൾ അല്പം സമയം അതിക്രമിച്ചാണ് പോകുന്നത് എന്നെനിക്കറിയാം. അവസാന ദിവസമല്ലേ, ഒരു പക്ഷേ രാവിലത്തെ വിശുദ്ധ കുർബാന ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് ഇന്ന് സമയം പാലിക്കുവാനായിട്ട് ഒരു പക്ഷേ നമുക്ക് സാധിച്ചു എന്ന് വരില്ല. മാത്രമല്ല, കഴിഞ്ഞ തിങ്കളാഴ്ച ഞാനൊരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എങ്ങനെയായി കുപ്പായത്തിനുള്ളിലായത് എന്ന് നമ്മളോട് പറയാം. ഇന്ന് ഞാൻ അവിടെ വന്നിറങ്ങി മുന്നോട്ട് വന്നപ്പോഴേ എൻ്റെ അടുക്കൽ ഒരു അച്ഛൻ വന്നിച്ച് പറഞ്ഞു, അച്ഛ, ഇന്ന് അച്ഛൻ്റെ സാക്ഷ്യം കേൾക്കാൻ ഒരുങ്ങി വന്നിട്ടുള്ള ധാരാളം പേരുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് സമയം പോയി എന്നുള്ളത് കൊണ്ട് എനിക്കത് സ്കിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഞാൻ വളരെ നിരാശപ്പെട്ടു. അതുകൊണ്ട് ദൈവവചനത്തോട് ചേർന്ന് ഞാൻ എൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ പറയുവാൻ ശ്രമിക്കുമ്പോൾ ഞാൻ തിരുവനയോടൊന്ന് മാപ്പ് ചോദിക്കാൻ ഇച്ചിരി സമയം കൂടുതലെടുത്താൽ ദയവായിട്ട് ക്ഷമിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. സ്വാഗത പ്രസംഗകൻ പറഞ്ഞതുപോലെ നാം ദൈവത്തിൽ നിന്ന് ഏറെ അകന്നു. ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം വളരെ ലോലമായി. നാം ഒരു ആത്മീക ആരാധനയെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവപ്രസാദമുള്ള ആരാധനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആരാധകന് യഥാസ്ഥാനപ്പെടേണ്ടുന്ന ആവശ്യകതയെക്കുറിച്ചാണ് കഴിഞ്ഞ തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞും രാത്രിയിലും നമ്മൾ ഒന്നിച്ച് ചിന്തിച്ചു. ഒരു മടങ്ങി വരവിൻ്റെ ആവശ്യകത. കർത്താവിലേക്ക് യഥാസ്ഥാനപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മൾ നിറയപ്പെട്ട് അങ്ങനെയുള്ള ഒരു വ്യക്തിക്കാണ് ദൈവാത്മാവിൽ ആരാധിക്കുവാൻ, ദൈവത്തിൻ്റെ പ്രസാദമുള്ള ആരാധന ചെയ്യുവാൻ കഴിയും. ഒരുപക്ഷെ ആരാധന ചെയ്യുന്ന അനുഭവത്തെക്കുറിച്ചല്ല പൗലോസ് പറയുന്നത്. ആരാധനയായി നമ്മെ തന്നെ, ബുദ്ധിയുള്ള ആരാധനയായി നമ്മെ തന്നെ സമർപ്പിക്കുവാനായിട്ടാണ്.
തിങ്കളാഴ്ച ഞാൻ പറഞ്ഞതിൻ്റെ തുടർച്ചയെന്നോണം നാം ഒരു ആത്മീക വ്യക്തിയായി ജീവിക്കുന്നതിനെ, നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുന്നതിനെ കുറിച്ച് ഈ ഉച്ച കഴിഞ്ഞ സമയത്ത് ഒന്നിച്ച് ചിന്തിക്കാമെന്ന് വിചാരിക്കുന്നു. വൈകിട്ട് കൺവെൻഷന്റെ സമാപന ദിവസമാകുന്നുവല്ലോ. ഒരു മിഷണറി ചലഞ്ചോടുകൂടെ ഈ വർഷത്തെ കൺവെൻഷൻ പര്യവസാനിപ്പിക്കാമെന്ന് കർത്താവിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുക്രിസ്തുവിലെ യഥാസ്ഥാനപ്പെട്ട ഒരു വ്യക്തി, അവൻ ആരാ? വേറൊരു വിധത്തിൽ ഞാൻ ആ ചോദ്യത്തെ ഇട്ടാൽ, ഹൂ ഈസ് എ ക്രിസ്ത്യൻ? ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ആരാ? നമുക്ക് വളരെ പെട്ടെന്ന് അതിന്റെ മറുപടി കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഒരു കുഞ്ഞ് ജനിച്ച് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ആ കുഞ്ഞിനെ ദേവാലയത്തിൽ കൊണ്ടുപോയി സ്നാനപ്പെടുത്തി ഒരു ക്രിസ്ത്യൻ പേര് കൊടുത്തു. അവന് പ്രായമായി വരുമ്പോൾ സൺഡേ സ്കൂളിൽ വിടേണ്ടുന്ന പ്രായമാകുമ്പോൾ സൺഡേ സ്കൂളിൽ വിട്ട് ആരാധനയിൽ സംബന്ധിപ്പിച്ച്, മുതിർന്നു വരുമ്പോൾ കൺഫർമേഷൻ ക്ലാസ്സിന് വിട്ട് കൺഫർമേഷൻ എടുപ്പിച്ച്, പിന്നെ യുവജന പ്രസ്ഥാനത്തിലും കോയറിലും അങ്ങനെ സഭയുടെ വിവിധ ശുശ്രൂഷകളിലും പരിപാടികളിലുമൊക്കെ ഭാഗഭാക്കായി സഭയിൽ വളരെ ആക്റ്റീവായി ഒരു നിശ്ചിത സമയം സഭയുടെ നിയമം അനുശാസിക്കുന്ന പ്രായമെത്തുമ്പോൾ 240 രൂപ മാസത്തിന് കൊടുത്താൽ, കുട്ടിക്കാലത്തിലെ ഞാൻ പറഞ്ഞ എനിക്ക് അത്ര കറക്റ്റ് അറിയില്ല, 240 രൂപ മാസത്തിന് കൊടുത്താൽ അവൻ ക്രിസ്ത്യാനി അല്ലേ? അവന് പിന്നെ കമ്മിറ്റിയിൽ അംഗമാകാം, വോട്ട് ചെയ്യാം, കൗൺസിലിൽ വരാം, എക്സിക്യൂട്ടീവിൽ വരാം, സ്ഥാനമാനങ്ങൾ ഒക്കെ വഹിക്കാം. He is known as a Christian. But then I have another question to ask before you. Instead of being a Christian, who is a real child of God? ആരാണ് യഥാർത്ഥമായ ഒരു ദൈവ പൈതൽ? ഒരു ക്രിസ്ത്യാനി ആയിരിക്കുന്നതും ഒരു ദൈവ പൈതലായിരിക്കുന്നതും തമ്മിൽ അന്തരമുണ്ടോ? തീർച്ചയായിട്ടും അന്തരമുണ്ട് എന്നുള്ളത് വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. അപ്പൊ ആത്മീകമായിട്ടുള്ള ആരാധന ഉടലെടുക്കുന്നത് ഒരു ക്രിസ്ത്യാനിയിൽ കൂടെ എന്നുള്ളതിനപ്പുറമായി ഒരു ദൈവ പൈതലിൽ കൂടെ ആയിരിക്കണമെന്നോ, അല്ലെങ്കിൽ ഒരു ദൈവ പൈതലിൽ കൂടെ മാത്രമേ ഒരു ആത്മീക ആരാധന ഉടലെടുക്കുകയുള്ളൂ എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയും. അവൻ ആത്മാവിൽ ജീവിക്കുന്നവനായിരിക്കണം. സഭയുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ കൂടെ കടന്നു പോകുന്നത് കൊണ്ടോ, സഭയ്ക്ക് വേണ്ടി വളരെ ഔദാര്യത്തോടെ നൽകുന്നത് കൊണ്ടോ, സഭയുടെ പരിപാടികളിൽ പങ്കെടുക്കുന്നത് കൊണ്ടോ ഒരുവൻ ദൈവപൈതലാവുകയില്ല. മറിച്ച് യേശു കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനായി തന്റെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് ദൈവത്തിന്റെ തിരുഹിതം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് എന്റെ കർത്താവിനോടുകൂടെ ചേർന്ന് നടക്കുന്ന ഒരുവൻ, അതാണ് ക്രിസ്ത്യാനിയും ഒരു ദൈവ പൈതലും തമ്മിലുള്ള വ്യത്യാസം. നമുക്കറിയാം, ക്രിസ്ത്യാനിയായിരിക്കുന്നവര് എല്ലാ വഷളത്വത്തിനും മ്ലേച്ഛതകൾക്കും ഭാഗമായിരിക്കുക. എന്നാൽ ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന, ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ട് ദൈവഹിതമനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് അവന് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള വലിയ ചുമതല, ഉത്തരവാദിത്വം, ആ ജീവിതത്തിന്റെ ക്രമീകരണം അവന് നൽകുന്നുണ്ട് എന്ന് വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ആരാധന ഉയരേണ്ടുന്നത് ഒരു ദൈവ പൈതലിൽ നിന്നാണ്. ഒരു ദൈവ പൈതലായി തീരണമെങ്കിൽ ഞാൻ മുമ്പേ പ്രസ്താവിച്ചതുപോലെ വീണ്ടും ജനത്തിന്റെ അനുഭവത്തോടുകൂടെ ദൈവഹിതമില്ലെന്ന് തിരിച്ചറിഞ്ഞോ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടുകൊണ്ട് കർത്താവിനോടുകൂടെ ആയിരിക്കാനായിട്ട് നമുക്ക് സാധിക്കും.
വേദപുസ്തകത്തില് കർത്താവിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്. 1 ശമൂവേലിന്റെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തില് ശൗൽ രാജാവിന്റെ പകരമായിട്ട് എനിക്ക് ബോധിച്ച ഒരാളിനെ തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ച്, ദൈവത്തിന് ബോധിച്ച ഒരാളിനെ തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ ദാവീദിനെ ഈശായിയുടെ മക്കളിൽ ഒരുപക്ഷെ നിസ്സാരനെന്ന് സ്വന്തം പിതാവ് പോലും സഹോദരങ്ങൾ പോലും കരുതിയ ദാവീദ് എന്ന ആട്ടിടയെ ചൊരുക്കനെ 1 ശമൂവേലിന്റെ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിലേക്ക്, ഞാൻ സമയം ചുരുക്കാനായിട്ട് ഭാഗമൊന്നും വായിക്കുന്നില്ല, നിങ്ങൾക്ക് ആ ഭാഗമൊക്കെ ഒന്ന് നോട്ട് ചെയ്താൽ വേണ്ടി ചെന്ന് വായിക്കാം. 1 ശമൂവേലിന്റെ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ ശമൂവേൽ പ്രവാചകൻ അവനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. ദൈവത്തിന് ബോധിച്ച ഒരു മനുഷ്യനാണ്. 2 ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ ശൗൽ രാജാവിന്റെ പകരമായിട്ട് ദാവീദിനെ ഇസ്രായേലിന്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നതും നമ്മൾ വായിക്കുന്നുണ്ട്. ഏതോ ഒത്തിരി ക്വാളിറ്റീസ് ഉണ്ടായിരുന്ന, അപ്പൊ ഇതിലെ ദൈവത്തിന്റെ ഹൃദയപ്രകാരം a man after God's own heart എന്ന വേദപുസ്തകം നിശ്ചയിച്ച ശമൂവേലിനെ ദൈവം തമ്പുരാൻ ഇസ്രായേലിന്റെ രാജാവാക്കി മാറ്റിയ ചിത്രം. എന്നാൽ അതേ ദാവീദിനെ 2 ശമൂവേലിന്റെ 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പാപത്തിൽ പടുകുഴിയിലേക്ക് വീഴുന്നത് കാണാൻ സാധിക്കുന്നു. രാജാക്കന്മാർ യുദ്ധത്തിന് പോകേണ്ടുന്ന സമയം, അവൻ യുദ്ധക്കളത്തിലായിരിക്കേണ്ടുന്ന സമയത്ത് അവൻ തന്റെ മട്ടുപ്പാവിൽ ഉലാത്തിക്കൊണ്ട് നടന്നു. അവൻ കാണരുതാത്ത കാഴ്ച കണ്ട് ആ കാഴ്ച അവനെ പ്രലോഭിതനാക്കി. ആ പാപം ചെയ്യുവാൻ അവൻ വശമതനായി തീരുകയാണ്. ആ പാപം മറയ്ക്കുവാനായിട്ട് ആ സ്ത്രീയുടെ ഭർത്താവിനെ യുദ്ധക്കളത്തിൽ നിന്ന് വിളിച്ച് ഈ വലിയ പാപം, ഈ വലിയ തെറ്റ് അദ്ദേഹത്തിന്റെ തോളിൽ കൊടുക്കുവാൻ ശ്രമിക്കുന്ന ദാവീദിനെ നമ്മൾ വായിക്കുന്നുണ്ട്. ആ ശ്രമം പരാജയപ്പെട്ടു. ഒരാൾ പറഞ്ഞില്ല, ഞാൻ പോകില്ല എന്റെ ഭാര്യയുടെ അടുക്കൽ, കാരണം യുദ്ധക്കളത്തിൽ യുദ്ധം നടക്കുമ്പോ ഞാൻ അവിടെ ആയിരിക്കുമ്പോൾ എന്റെ ഭാര്യയോടുകൂടെ സന്തോഷിക്കുവാനാണ് ഞാൻ പോകുകയില്ല എന്ന് പറഞ്ഞപ്പോ താൻ ചെയ്ത തെറ്റ് അദ്ദേഹത്തിന്റെ മുകളിൽ പടിയാരുവാനുള്ള ശ്രമം പരാജയപ്പെട്ടപ്പോ തിരിച്ച് യുദ്ധക്കളത്തിലേക്ക് പോയ ഉറിയാവിനെ കൊന്നുകളയുവാനുള്ള ഉപായം രഹസ്യമായി കത്തുകൊടുത്തോ ചെയ്യുന്ന ദാവീദിനെ ഇങ്ങനെ പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് ഒന്നൊന്നായി പാപത്തിന്റെ പടുകുഴിയിലേക്ക് വീണ് ദൈവത്തിൽ നിന്ന് അന്യാധീനപ്പെട്ടു പോകുന്ന ദാവീദിനെ നമുക്ക് ശമൂവേലിന്റെ പുസ്തകത്തിൽ കാണാൻ സാധിക്കും. എന്നാൽ ദൈവകരുണാസമ്പന്നന അവൻ ദാവീദിനെ ഉപേക്ഷിച്ച് കളയുവാനായിട്ട് അല്ല ശ്രമിക്കുന്നത്. 12-ാം അധ്യായത്തിൽ നാഥാൻ പ്രവാചകനെ ദാവീദിന്റെ അടുക്കലേക്ക് അയച്ചു പറഞ്ഞു, നീയാണ് മനുഷ്യൻ, നീയാണ് ആ തെറ്റ് ചെയ്തത്. തന്റെ പാപത്തെ കുറിച്ച് ബോധവാനായ ദാവീദ് 51-ാം സങ്കീർത്തനത്തിൽ വാവിട്ട് അനുതാപത്തോടുകൂടെ നിലവിളിക്കുകയാണ്, ഈസോപ്പ് കണ്ണെന്നെ ശുദ്ധീകരിക്കണം, രക്ഷയുടെ സന്തോഷം നീ എനിക്ക് തിരിച്ചു തരണം, ദൈവത്തിന്റെ ആത്മാവിന്റെ എന്റെ ഉള്ളിൽ സ്ഥിരമാക്കപ്പെടണം എന്ന് ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. പാപത്തിൽ വീണവനാണ്, ദൈവത്തിൽ നടന്നവനാണെങ്കിലും ദൈവത്തിന്റെ കൃപയാൽ പാപം ഏറ്റുപറഞ്ഞുകൊണ്ട് യഥാസ്ഥാനപ്പെടുന്ന ദാവീദ്. ആ ദാവീദ് പറയുന്ന ചില വാക്യങ്ങളായി ഇന്ന് പകൽക്കാലം നമുക്ക് ഒന്നിച്ചു ചിന്തിക്കുവാനായിട്ടുള്ളത്. ഇതൊന്ന് വായിച്ചു സഹായിക്കുന്നതായിരിക്കും. 17-ാം സങ്കീർത്തനത്തിന്റെ 3-ഉം
4, 5 വാക്യങ്ങൾ. 17-ാം സങ്കീർത്തനത്തിന്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. നീ എന്റെ ഹൃദയത്തെ ശോധന ചെയ്തു രാത്രിയിൽ എന്നെ സന്ദർശിച്ചു. നീ എന്റെ ഹൃദയത്തെ ശോധന ചെയ്തു, നീ രാത്രിയിൽ എന്നെ സന്ദർശിച്ചു. നീ എന്നെ പരീക്ഷിച്ചു, നീ എന്നെ പരീക്ഷിച്ചു. ദുരുദ്ദേശമൊന്നും കണ്ടില്ല, പക്ഷേ എന്നിൽ ഒരു ദുരുദ്ദേശവും കണ്ടില്ല. എന്റെ വായിൽ ലംഘനം ചെയ്യുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. മനുഷ്യരുടെ പ്രവൃത്തികളെ കണ്ടിട്ട് ഞാൻ നിന്റെ അധരങ്ങളുടെ വചനത്താൽ ദുഷ്ടൂരിന്റെ പാതകളെ സൂക്ഷിച്ചൊഴിഞ്ഞിരിക്കുന്നു. എന്റെ നടപ്പ് നിന്റെ ചുവടുകളിൽ തന്നെ ആയിരുന്നു. ഞാൻ ദാവീദ് പാപത്തിൽ വീണവനാണ് എന്ന് ആമുഖമായി പറയുവാൻ അല്ലെ ഓർമ്മിപ്പിക്കുവാനുള്ള കാരണം, അതേ ദാവീദ് യഥാസ്ഥാനപ്പെടുവാനുള്ള ഭാഗ്യം ലഭിച്ചപ്പോ തന്റെ ജീവിതത്തിന്റെ അനുഭവത്തെ കുറിച്ച് പറയുകയാണ്. യഹോവ എന്നെ സന്ദർശിച്ചു, അവന് എന്നെ പരീക്ഷിച്ചു, എന്റെ ഹൃദയത്തെ അവൻ ശോധന ചെയ്തു, പക്ഷേ ഒരു ദുരുദ്ദേശവും എന്നിൽ അവൻ കണ്ടില്ല. വളരെ ശുഭാപ്തി വിശ്വാസത്തോടെ, വളരെ ഉറപ്പോടുകൂടെ ആ യഥാസ്ഥാനപ്പെട്ട ഒരു കാലത്ത് പാപത്തിൽ വീണ് ദൈവത്തിന്റെ കൃപയാൽ വീണ്ടെടുക്കപ്പെട്ട പാപം ക്ഷമിച്ചവനായിരിക്കുന്ന ദാവീദ് പറയുന്നു, അവൻ എന്നെ ശോധന ചെയ്ത് എന്നെ പരീക്ഷിച്ചെന്നെ സന്ദർശിച്ച്, പക്ഷേ എന്റെ ഹൃദയത്തിന് ഒരു ദോഷവും എന്റെ ദൈവത്തിന് കണ്ടെത്തുവാനായിട്ട് സാധിച്ചില്ല എന്ന് ഉറക്കെ പറയുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നമ്മുടെ ചിന്തകൾ ഇന്ന് പകൽക്കാലം അവിടെ ക്രോഡീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നാം ആരാധിക്കുന്നവരാ, നാം ദൈവാലയങ്ങളിൽ പോകുന്നവരാ, ദൈവാലയത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും സംബന്ധിക്കുന്നവരാ. വളരെ ദാഹത്തോടെ, വളരെ ഉത്സാഹത്തോടെ ഈ കൺവെൻഷൻ പന്തലിൽ നിറഞ്ഞു കവിയുമാറും നാം ദൈവവചനം കേൾക്കുവാനായിട്ട് കടന്നു വന്നവരാണ്. സ്വാഗത പ്രസംഗകൻ പറഞ്ഞതുപോലെ ലക്ഷങ്ങൾ മുടക്കി വർഷത്തിലൊരിക്കൽ ദേശത്തോടുള്ള ദൈവവചനം വിളിച്ചു പറയുവാൻ, സഭയോടുള്ള ദൈവവചനം വിളിച്ചു പറയുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്ത് അധ്വാനിച്ച് ആ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന നമ്മളാണ്. ഞാനത് ചോദിക്കട്ടെ, നമുക്ക് എത്ര പേർക്ക് ദാവീദിനെ പോലെ ഉറച്ചു പറയുവാൻ സാധിക്കും, അവൻ എന്നെ ശോധന ചെയ്താൽ എന്നിൽ ദുരുദ്ദേശം ഒന്നും കാണുകയില്ല എന്ന് പറയുവാൻ? അത് പറയുവാനായിട്ട് മറ്റൊരു കാരണം കൂടെ ഞാൻ വേദപുസ്തകത്തിൽ കാണുകയാണ്. 139-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നു, നീ എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയുന്നു, നീ എന്റെ നിലവുകളെ അറിയുന്നു. ഞാൻ ഇരുന്നാലും നീ അറിയും, ഞാൻ എഴുന്നേറ്റാലും നീ അറിയും, ഞാൻ ആകാശത്തിൽ കിടക്കമിടിച്ചാൽ അവിടെ നീയുണ്ടോ, ഞാൻ പാതാളത്തിൽ പോയാൽ അവിടെയുമുണ്ട്. നിന്നെ വിട്ടിട്ട്, നിന്നെ ഒളിച്ച് എനിക്ക് ഒന്നും ചെയ്യുവാൻ കഴിയില്ല. ദൈവത്തിന്റെ ദിവ്യമായ സാന്നിധ്യം, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സാന്നിധ്യം, തന്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് താഴോട്ട് വായിക്കുമ്പോ ദാവീദിന്റെ ജീവിതത്തിന്റെ സാരതയെ കുറിച്ച് ഒക്കെ പറയുന്നുണ്ട്. എന്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ പിണ്ടാകാരമായിരുന്നതിനെ കുറിച്ചൊക്കെ ദാവീദ് പറയുന്നുണ്ട്. രഹസ്യത്തിലാണ് എന്നെ സൃഷ്ടിച്ചത്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അവസാനം നിന്നെ വിട്ടിട്ട് ഒരു നിമിഷം എനിക്കെങ്കിലും ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ലായിരുന്നു. ദൈവത്തിന്റെ അദൃശ്യമായ സാന്നിധ്യം അംഗീകരിച്ചുകൊണ്ട് ദാവീദ് ആഗ്രഹത്തോടും വാച്ഛയോടും കൂടെ പറയുന്ന ഒരു വാക്യമാണ് 23-ാമത്തെ വാക്യം. യഹോവേ, നീ എന്നെ ശോധന ചെയ്യണം. സെർച്ച് മീ ഓ ഗോഡ്, ശോധന ചെയ്യണമേ ദൈവമേ. എന്നിട്ട് വ്യസനത്തിന്റെ എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ, കർത്താവേ, അങ്ങേ ദുഃഖിപ്പിക്കുന്ന, അങ്ങേക്ക് വേദന നൽകുന്ന, അങ്ങേക്ക് പ്രസാദകരമല്ലാത്ത എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ
ദാവീദ് പറയുന്നു, അത് നീക്കി എന്നെ ശാശ്വത മാർഗത്തിൽ നടത്തണമേ എന്ന് പറയുകയാണ്. ആ ഒരു ഉറപ്പുള്ളത് കൊണ്ടാ, ആ ഒരു നിശ്ചയമുള്ളത് കൊണ്ടാ ദാവീദിന് ധൈര്യത്തോടെ പറയുവാൻ കഴിയുന്നത്, അവൻ എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്തു, രാത്രിയിൽ എന്നെ സന്ദർശിച്ചു, അവൻ എന്നെ പരീക്ഷിച്ചു, പക്ഷേ ഒരു ദുരുദ്ദേശവും അവൻ എന്നിൽ കണ്ടില്ല. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ വിശ്വാസികളാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ രാവിലെ എഴുന്നേറ്റാൽ വൈകുന്നേരം വരെയുള്ള നമ്മുടെ ജീവിതമൊന്ന് അവലോകനം ചെയ്താൽ, നമ്മുടെ ചെയ്തികളെ ഒന്ന് അവലോകനം ചെയ്താൽ, നമ്മുടെ ചിന്തകളെ ഒന്ന് അവലോകനം ചെയ്താൽ നമുക്ക് പറയാൻ കഴിയുമോ, ഈ കർത്താവ് എന്നോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു നിമിഷം പോലും അവനെ വിട്ടെനിക്ക് നിൽക്കുവാൻ കഴിയാതെ ഇരുന്നത് കൊണ്ട് ഞാൻ ഒരു പാപവും ചെയ്തില്ല, ഒരു തെറ്റും എന്നിൽ ഉണ്ടായിട്ടില്ല. കാരണം തെറ്റ് ചെയ്യുവാൻ എനിക്ക് കഴിയില്ലായിരുന്നു. എന്നെ കാണുന്നവനായ ക്രിസ്തു എന്നോട് കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുവാൻ നമുക്ക് എത്ര പേർക്ക് സാധിക്കും? വിശ്വാസത്തോടാണ് ഞാൻ സംസാരിക്കുന്നത്, സഭയോട് ചേർന്ന് നിൽക്കുന്നവരാ സംസാരിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം മറന്നു കളയുന്ന എത്രയോ അവസരങ്ങളില്ലേ? ദൈവത്തോട് കൂടെ ജീവിക്കുന്നതിനെക്കാട്ടിലും പ്രിയങ്കരമായിരിക്കുന്ന, നേട്ടങ്ങൾ തരുന്ന, ആസ്വാദനങ്ങൾ തരുന്ന മറ്റു പലതും നമ്മളെ ആകർഷിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് നാം അകന്നു പോകാറില്ലേ? ദാവീദ് പറയുകയാ, കർത്താവേ, നീ എന്നെ അനുദിനം ശോധന ചെയ്യും. എന്നിൽ എന്തെങ്കിലും വ്യസനത്തിലുള്ള വഴികളുണ്ടെങ്കിൽ അത് മാറ്റി എന്നെ ശാശ്വത മാർഗത്തിൽ നടത്തണം. ആ ശാശ്വത മാർഗത്തിൽ നടന്നുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, അവൻ എന്നെ ശോധന ചെയ്തു, എന്നെ പരീക്ഷിച്ചു, പക്ഷേ ഒരു ദുരുദ്ദേശവും എന്നിൽ കണ്ടില്ല. നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിൽ, ദൈവത്തോടുള്ള ചേർന്നുള്ള നമ്മുടെ യാത്രയിൽ ഈ ഒരു ശുഭാപ്തി വിശ്വാസം, ഈ ഒരു കോൺഫിഡൻസ്, യെസ് ഐ വാക്ക് കണ്ടിന്യൂസ്ലി വിത്ത് മൈ ലോർഡ്, എൻ്റെ കർത്താവിനോടുകൂടെ ചേർന്ന് ഞാൻ നടക്കുന്നത്, അതുകൊണ്ട് അവൻ പാപം ചെയ്യാതെ എൻ്റെ പാദങ്ങളെ കാത്തുകൊള്ളും, ഞാൻ ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ ആയിരിക്കുന്നത് പറയുവാനുള്ള നിശ്ചയം ദൈവം നമുക്ക് നൽകട്ടെ. അവനാത്മികൻ, അവന് മാത്രമേ ആത്മാവിൽ ആരാധിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. ഞാൻ മുന്നോട്ട് കടന്നു വരട്ടെ. ഇങ്ങനെ പറയുവാൻ, അവൻ എന്നിൽ ദുരുദ്ദേശം ഒന്നും കണ്ടിട്ടില്ല എന്ന് പറയുവാൻ, ഈ യഥാസ്ഥാനപ്പെട്ട ദാവീദ് 3 തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. He had taken 3 determined decisions. ഇത്ര ഉറപ്പോട് പറയുവാൻ, അതാണ് നമുക്ക് 4-ാമത്തെയും 5-ാമത്തെയും വാക്യത്തിൽ കാണാൻ സാധിക്കുന്നത്. വായിച്ചാട്ടെ. മനുഷ്യരുടെ പ്രവൃത്തികളെ കണ്ടിട്ട് 3-ന്റെ അവസാനമാണ്, എന്റെ വായ ലംഘനം ചെയ്യില്ല. ഒന്നാമത് അവനെടുത്ത തീരുമാനമാണ്, എന്റെ വായ ലംഘനം ചെയ്യുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. I have determined, I have decided that I will not, or mouth will not do any transgressions. ഞാൻ ലംഘനം ചെയ്യുകയില്ല. പാപത്തിന്റെ പ്രലോഭനങ്ങൾ, ജീവിതത്തിന്റെ പ്രലോഭനങ്ങൾ എന്നെ വഴിയാത്രയിൽ എന്നെ തളർത്തുവാൻ, എന്നെ തകർത്ത് കളയുവാനായിട്ട് അഭിമുഖീകരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് ഉറക്കെ പറയുവാൻ, ഇല്ല, ഞാനത് ചെയ്യുകയില്ല എന്ന് പറയുവാൻ. യോസഫിനെ പോലെ ജീവിതത്തിന്റെ മുമ്പിൽ അവസരങ്ങൾ വന്നു നീട്ടിയപ്പോൾ ലൗകികമായ, ഭൗതികമായ നേട്ടങ്ങൾ തന്നെ ആകർഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ, സന്തോഷിക്കുവാനുള്ള അവസരങ്ങൾ യോസഫിന്റെ മുമ്പിൽ വന്നപ്പോ യോസഫ് പറഞ്ഞു, ഇല്ല, ഞാനത് ചെയ്യുകയില്ല. കാരണം ഞാൻ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നവനാണ്, സൈനികരുടെ ദൈവത്തെ ആരാധിക്കുന്നവനാണ്. അതുകൊണ്ട്
എന്തു വന്നാലും, ജയിലിൽ പോകേണ്ടി വന്നാലും, ജീവൻ നൽകേണ്ടി വന്നാലും എന്റെ ജീവിതത്തെ, എന്റെ വിശ്വാസ ജീവിതത്തെ മലിനമാക്കുകയില്ല എന്ന് തീർത്തു പറയുന്ന യോസഫിനെ പോലെ നമുക്കതിനെ ഇതിനുത്തരം പറയുവാൻ ഒരു വഴി ആവശ്യമില്ല. കാരണം ഞങ്ങൾ സേവിച്ചു നിൽക്കുന്ന ഞങ്ങളുടെ ദൈവം, സൈനികനെ ഹോമയായ ദൈവം, രാജാവിന്റെ കയ്യിൽ നിന്നും, രാജാവ് ഉണ്ടാക്കിയ ബിംബത്തിൽ നിന്നും വിടുവിക്കുവാൻ, അല്ലെങ്കിൽ ഈ അഗ്നികുണ്ഡത്തിൽ നിന്ന് വിടുവിക്കുവാൻ മതിയായവനാണെന്ന് ഞങ്ങൾ ഉറച്ചിരിക്കുന്നു. എന്നിട്ട് അടുത്ത വാക്യമാണ് അല്ലേ, ഇനി ഈ ദൈവം ഞങ്ങളെ വിടുവിച്ചില്ലെങ്കിലും, ഈ ദൈവം ഞങ്ങളെ അഗ്നികുണ്ഡത്തിലേക്ക് എറിയുവാനായിട്ട് അനുവദിച്ചാൽ, നീ ഉണ്ടാക്കിയ സന്ദർഭത്തിന്റെ മുമ്പിൽ നമസ്കരിച്ച് ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെ മലിനമാക്കുകയില്ല എന്ന് ഉറച്ചു തീരുമാനിക്കുന്ന ശദ്രക് മേശക് അബേദ്നെഗോ ഇന്ന് പകൽക്കാലം മുന്നോട്ട് ജീവിക്കുന്ന ക്രിസ്ത്യാനിയായി, അല്ല ദൈവമൈതലായി, ദൈവത്തോട് ചേർന്ന് ദൈവത്തിന് സാധകരമായ ആരാധനയായി സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കുന്ന ദൈവത്തിന്റെ മൈതലെ, നിന്റെ ജീവിതത്തിന്റെ തീരുമാനം എന്താ? ചലിഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞ് ലോകത്തിന്റെ കാലഗതികളോട് ചേർന്നും അല്ലാതെ ഒക്കെ ഇങ്ങനെ ജീവിച്ചു പോകണമില്ലേ? കുറേ നേട്ടങ്ങൾ, ലൗകികമായ കുറേ ആസ്വാദനങ്ങൾ, ഇതൊക്കെയാ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അല്ല, ദാവീദ് പറഞ്ഞു, എൻ്റെ വായ ലംഘനം ചെയ്യുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ ആ ഒരു ഉറച്ച തീരുമാനത്തോടെ എല്ലാ പാപത്തിന്റെ വഴികളിൽ 1-ാം സങ്കീർത്തനം ആരംഭിക്കുന്നത് അവിടെയാണ്. ദുഷ്ടന്റെ ആലോചന പ്രകാരം നടക്കാതെയും, പാപിയുടെ വഴിയിൽ നിൽക്കാതെയും, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും ഞാൻ മുന്നോട്ട് പോകണമെന്ന് ആ ആലോചനയോടുകൂടി ആ സങ്കീർത്തനം ആരംഭിക്കുന്നത്. ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ സന്തോഷത്തിലേക്ക് ഞാൻ പിന്നെ വരാം. അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇല്ല, ഞാൻ ആ വഴികളിൽ നിൽക്കുകയില്ല എന്ന് പറയും. എന്നാൽ ഈ വാക്യത്തിന് മറ്റൊരു ചിന്തയുടെ അന്തർലീനമായി കിടക്കുന്നുണ്ട്. ഈ വാക്യം പറയുന്നത് എന്റെ വായ ലംഘനം ചെയ്യുകയില്ല എന്നാണ്. എന്റെ വായ എന്ന് പറയുന്നത് എന്റെ ഹൃദയത്തിന്റെ മൗത്ത് പീസ് അല്ലേ? ഹൃദയം എന്ത് ചിന്തിക്കുന്നുവോ അതാണ് നമ്മുടെ വാഗുകൊണ്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ വാഗുകൊണ്ട് ഞാൻ ലംഘനം ചെയ്യാതിരിക്കണമെങ്കിൽ, എന്റെ അധരങ്ങൾ കൊണ്ട് ഞാൻ ലംഘനം ചെയ്യാതിരിക്കണമെങ്കിൽ, എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ പാപം ചെയ്യാൻ കഴിയണം. എൻ്റെ ഹൃദയം ശുദ്ധമായാൽ മാത്രമേ, എൻ്റെ ചിന്തകൾ, എൻ്റെ നിലവുകൾ വെടിപ്പുള്ളതായി തീർന്നാൽ മാത്രമേ എൻ്റെ അധരങ്ങൾ കൊണ്ട് പാപം ചെയ്യാതെ ഇരിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. പക്ഷേ ഹൃദയത്തെക്കുറിച്ച് വേദപുസ്തകം നൽകുന്ന ഡെഫിനിഷൻ അത്ര നല്ല ഡെഫിനിഷനൊന്നുമല്ല. ഞാൻ വാക്യങ്ങളൊക്കെ വായിക്കാനായിട്ട് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുങ്ങിയും പോവുകയാണ്. ഹൃദയത്തെക്കുറിച്ച് തരുന്ന ഡെഫിനിഷൻ അതൊന്നും വായിക്കാനില്ലേ? യെരമ്യാവിന്റെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. യെരമ്യാവ് 17:9. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും deceitful and desperately wicked organ in the body. അതാണ് ഇംഗ്ലീഷ് വ്യാഖ്യാനം നൽകിയിരിക്കുന്നത്. The most deceitful and desperately wicked organ in the body of a man. ഒരു മനുഷ്യ ഹൃദയം കാപട്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ്, ദുഷ്ടത കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ്. ഈ കാപട്യം നിറഞ്ഞ, ദുഷ്ടത നിറഞ്ഞ ഹൃദയം കൊണ്ട് എങ്ങനെയാ പാപം ചെയ്യാതിരിക്കുവാൻ കഴിയുന്നത്? ആ ദുഷ്ടചിന്തകളും വിചാരങ്ങളുമല്ലേ പലപ്പോഴും എൻ്റെ അധരങ്ങളിൽ കൂടെ വരുന്നത്. അപ്പോൾ ഞാൻ പാപം ചെയ്യുകയില്ല, ലംഘനം ചെയ്യുകയില്ല എന്ന് ദാവീദ് പറഞ്ഞപ്പോ അതിൽ അന്തർലീനമായിരിക്കുന്ന മർമ്മം എന്ന് പറയുന്നത് he had got a new heart, a renewed heart, a
ട്രാൻസ്ഫോംഡ് ഹാർട്ട്, ഒരു പുതുക്കപ്പെട്ട ഹൃദയം, ഒരു രൂപാന്തരപ്പെട്ട ഹൃദയം ദാവീദിന് ലഭിച്ചിരിക്കുന്നു എന്ന് വളരെ വ്യക്തമാണ്. അപ്പോൾ ആ പുതുക്കപ്പെട്ട ഹൃദയത്തോടുകൂടെ ഓർക്കേണ്ടതേ, 2 ശമൂവേലിന്റെ 11-ാം അധ്യായത്തിൽ ദുഷ്ട ചിന്തയോടെ, ദുഷ്ടവിചാരത്തോടുകൂടെ പാപത്തിലേക്ക് വഴുതി വീണ്ട ദാവീദ പറയുന്നത്, I have got a new heart and because of that transformed heart I will never transgress. ഒരിക്കലും ഞാൻ പാപം ചെയ്യുകയില്ല എന്ന്. പ്രിയമുള്ള ദൈവത്തിന്റെ മക്കളെ, ഒരു വിശുദ്ധനായി, ഞാൻ പറഞ്ഞ പകരം തന്നെ ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, ഒരു ദൈവ പൈതലായി ജീവിക്കണമെങ്കിൽ ഒരു പുതിയ ഹൃദയം പ്രാപിച്ചിരിക്കുക. ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഈ പുതുഹൃദയം പ്രാപിക്കുവാൻ സാധിച്ച ദൈവമക്കൾക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും. ആ പുതുഹൃദയം പ്രവാചകനിൽ കൂടെ ദൈവം തമ്പുരാൻ നമുക്ക് ഓരോരുത്തർക്കും വാഗ്ദത്തം ചെയ്യുകയും കാൽവരി ക്രൂശില് എൻ്റെ അരുമനാഥൻ ഊറ്റിയ രക്തത്താൽ നമ്മളെ കഴുകി ശുദ്ധീകരിച്ച് നമ്മളിൽ ഒരു പുതിയ ഹൃദയം തന്നതുമാണ്. എസെക്കിയേലിന്റെ പുസ്തകം 36-ാം അധ്യായത്തിന്റെ 25 മുതലുള്ള വാക്യങ്ങളിൽ എങ്ങനെയാ പറയുന്നത്? ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും. നിങ്ങൾ നിർമ്മലരായി തീരും. നിങ്ങൾ നിർമ്മലരായി തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയും നീക്കി